ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽ പിക്ചേഴ്സ് അഥവാ ബഹുപദ ചിത്രങ്ങൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 222 ഗ്രാഫ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യത്തിൽ കുറേ 5 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, പി ഓഫ് എക്സ് ഈക്വൽ ടു 2x, p of x equal to half x, p of x equal to minus x, p of x equal to minus 2x. ഈ 5 പോളിനോമിയലുകളുടെയും ഗ്രാഫ് വരയ്ക്കണം. എന്നൊരു ചോദ്യമുണ്ട്, ഡു യു സീ എനി കോമൺ ഫീച്ചർ ഓഫ് ദിസ് ഗ്രാഫ്സ്? ഈ ഗ്രാഫുകളിൽ നിന്ന് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ഞാൻ ആ പോളിനോമിയൽസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സിന് വിലകൾ ഇട്ട് കൊടുത്തുകൊണ്ട് പി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ എല്ലാ പോളിനോമിയൽസും ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്, അഥവാ 1ാം കൃതി ബഹുപദങ്ങളാണ്. അപ്പൊ നമുക്കറിയാം അതിന്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, നേർരേഖയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒന്നാമത്തെ ഗ്രാഫ് വരയ്ക്കേണ്ടത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന് ഏത് വില ഇട്ട് കൊടുത്താലും പി ഓഫ് എക്സ് അത് തന്നെയായിരിക്കും. അപ്പൊ എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സും 1 തന്നെയാണ്. എക്സിന് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പി ഓഫ് എക്സും 3 തന്നെയാണ്. എക്സിന് -1 ഇട്ട് കൊടുത്താൽ പി ഓഫ് എക്സും -1 തന്നെയാണ്. അതിന്റെ ഗ്രാഫ് നമുക്ക് ആദ്യം വരയ്ക്കാം. നമുക്കറിയാം ഈ ഹൊറിസോണ്ടൽ ലൈനിലാണ് എക്സിന്റെ വാല്യൂസ് കൊടുക്കുന്നത്, വെർട്ടിക്കൽ ലൈനിലാണ് പി ഓഫ് എക്സിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുന്നത്. ഈ മീറ്റിംഗ് പോയിന്റ് ആണ് 0. 1 സെന്റിമീറ്റർ ലെങ്തിലാണ് നമ്മൾ നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. പി ഓഫ് എക്സിന്റെ വെർട്ടിക്കൽ ലൈനിൽ മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും താഴേക്ക് നെഗറ്റീവ് നമ്പേഴ്സും. ഇനി ആദ്യത്തെ ഗ്രാഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും 1 തന്നെ. അതായത് എക്സിന്റെ 1 ഇതാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും 1 തന്നെ എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ മുകളിലേക്ക് ഇതാണ് ആ പോയിന്റ് വരുന്നത്. ഇനി എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സും 3. എക്സിന് 3 എടുക്കുമ്പോൾ പി ഓഫ് എക്സും 3. അപ്പോൾ 3 സെന്റിമീറ്റർ മുകളിലേക്ക്. ഇനി എക്സിന് -1 കൊടുക്കുമ്പോൾ എക്സിന്റെ -1 ഇത്, പി ഓഫ് എക്സും -1 തന്നെ. നമുക്ക് 3 പോയിന്റ്സ് മതി ആ സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാൻ, ആ ഗ്രാഫ് ജോയിൻ ചെയ്യാനായിട്ട്. കാരണം ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അപ്പൊ ഇതാണ് ഗ്രാഫ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സിന്റെ ഗ്രാഫ് ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ വാല്യൂസ് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണ്. അതായത് എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ എക്സിന് നമ്മൾ ഒരു -1 കൊടുത്താൽ പി ഓഫ് എക്സ് -2 ആയിരിക്കും. 2 × -1 -2. എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് 2 × 1 2 ആയിരിക്കും. എക്സിന് 2 കൊടുത്താൽ പി ഓഫ് എക്സ് 2 × 2 4 ആയിരിക്കും. ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കാം. എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് -2. എക്സിന്റെ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് -2. ഇപ്പൊ നെഗറ്റീവ് ആയതിന്റെ താഴോട്ടാണ്. ഇതാണ് ആ പോയിന്റ്. ഇനി എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4 പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലേക്ക്. നമുക്ക് ഗ്രാഫ് ജോയിൻ ചെയ്ത് നോക്കാം.
ഇതാണ് നമ്മുടെ ഗ്രാഫ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x ഗ്രാഫ്. ഇനി അടുത്ത വാല്യൂസ് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സ് ആണ്. അതായത് എക്സിന് എന്ത് കൊടുത്താലും പി ഓഫ് എക്സ് അതിൻ്റെ പകുതിയായിരിക്കും. ഇപ്പോൾ എക്സിന് ഒരു 4 കൊടുത്താൽ പി ഓഫ് എക്സ് 2 ആയിരിക്കും. എക്സിന് 2 കൊടുത്താൽ പി ഓഫ് എക്സ് 1 ആയിരിക്കും. എക്സിന് ഒരു -4 കൊടുത്താൽ പി ഓഫ് എക്സ് -2 ആയിരിക്കും. അപ്പം നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. എക്സിന് 4 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2 പോസിറ്റീവായിട്ട് മുകളിലേക്ക് ഈ പോയിന്റ്. എക്സിന് 2 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1 ഈ ഒരു പോയിന്റ്. എക്സിന് -4 എടുക്കുമ്പോൾ എക്സ് ആണ്, എക്സിന് -4 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് -2. നമുക്കത് ജോയിൻ ചെയ്യാം. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഹാഫ് എക്സിന്റെ ഗ്രാഫ്. ഇനി നമുക്ക് അടുത്തതിന്റെ വാല്യൂസ് കാണാം. പി ഓഫ് എക്സ് ഈക്വൽ ടു -x. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും പി ഓഫ് എക്സ് എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് -1 ആയി. എക്സിന് 3 കൊടുത്താൽ പി ഓഫ് എക്സ് -3 ആയി. എക്സിന് 5 കൊടുത്താൽ പി ഓഫ് എക്സ് -5 ആയി. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആകെ 2 വാല്യൂസ് മതി ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനായിട്ട്. ഞാൻ ഇവിടെ 3 വാല്യൂസ് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -1 ആണ്. അപ്പോൾ താഴേക്കാണ്. ഇനി എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -3 താഴേക്ക് എടുത്തു. എക്സിന് 5 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -5 ആണ്. നമുക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു -x. ഇനി അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു -2x ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിൻ്റെ ഇരട്ടി കണ്ടിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എക്സിന് 1 ഇട്ടാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. -2 × 1 അപ്പോൾ -2. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ -2 × 2 -4. എക്സിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ -2 × 3 -6. അപ്പം നമുക്കതും കൂടെ വരച്ചു നോക്കാം. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് -2 താഴേക്കാണ്. രണ്ടാമത്തെ എക്സിന് 2 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് -4 -4ന്റെ നേരെ താഴോട്ട്. എക്സിന് 3 എടുക്കുമ്പോൾ -6ന്റെ നേരെ വരും. ഇതാണ് നമ്മുടെ 3 പോയിന്റ്സ്. അത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗ്രാഫ്. പി ഓഫ് എക്സ് ഈക്വൽ ടു -2x. ഇനി ഇതിന്റെ ഒരു കോമൺ ഫീച്ചർ ആണ് നമ്മൾ എഴുതേണ്ടത്. നമുക്കറിയാം, ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് 0 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഓൾ ദ ഗ്രാഫ്സ് പാസ് ത്രൂ ദ ഒറിജിൻ. പാസ് ത്രൂ ഒറിജിൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇനി അടുത്ത പാർട്ട് രണ്ടാമത്തെ ചോദ്യമായിട്ടല്ല, അതിന് അടുത്ത പാർട്ടായിട്ട് പി ഓഫ് എക്സിന് 5 പോളിനോമിയൽസ് തന്നിട്ടുണ്ട്. ആ 5 പോളിനോമിയൽസ് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ എന്തെങ്കിലും കോമൺ ഫീച്ചർ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഞാനിവിടെ ആ പോളിനോമിയൽസും എഴുതിയിട്ടിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. അതായത് എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും അതിനേക്കാളും ഒന്ന് കൂടുതലാണ് പി ഓഫ് എക്സിന്. അപ്പോൾ ഞാനിവിടെ എക്സിന് 1 എടുത്താൽ പി ഓഫ് എക്സ് 1 പ്ലസ് 1 എന്നുള്ളത് 2 ആകും. എക്സിന് 2 കൊടുത്താൽ 2 പ്ലസ് 1 3 ആയി. എക്സിന് 3 കൊടുത്താൽ 3 പ്ലസ് 1 4 ആയി. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ഗ്രാഫ് എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2. എക്സിൻ്റെ 1 ഇതാണ്. പി ഓഫ് എക്സ് 2 പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലേക്ക് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു ഡോട്ട് ഇടുക. എക്സിന് 2 ആകുമ്പോൾ പി ഓഫ് എക്സ് 3. എക്സിന് 3 ആകുമ്പോൾ പി ഓഫ് എക്സ് 4. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ്. നമുക്ക് അടുത്ത വാല്യൂസ് കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 2 എന്ന് പറയുമ്പോൾ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും അതിൻ്റെ കൂടെ 2 കൂടുതലാണ് പി ഓഫ് എക്സ്. അപ്പോൾ എക്സിന് 0 ഇട്ട് കൊടുത്താൽ 0 പ്ലസ് 2 2. എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 പ്ലസ് 2 3. എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 പ്ലസ് 2 4. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. എക്സിന് 0 ആകുമ്പോൾ പി ഓഫ് എക്സ് 2. അപ്പോൾ ഈ പോയിൻ്റാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 3. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2ന്റെ ഗ്രാഫ്. ഇനി നമുക്ക് അടുത്തതിൻ്റെ വാല്യൂസ് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഹാഫ് ആണ് അടുത്ത. അപ്പോൾ എക്സ് എന്തെടുത്താലും അതിൻ്റെ കൂടെ ഹാഫ് ആഡ് ചെയ്യുക. അപ്പോൾ എക്സ് 1 ആണെങ്കിൽ പി ഓഫ് എക്സ് 1.5. 1.5 എന്ന് പറയുമ്പോൾ 1.5. എക്സ് 2 ആണെങ്കിൽ പി ഓഫ് എക്സ് 2.5. എക്സ് 3 ആണെങ്കിൽ പി ഓഫ് എക്സ് 3.5. അപ്പം എക്സ് 1 ആണെങ്കിൽ പി ഓഫ് എക്സ് 1.5. അപ്പോൾ 1.5 വരും. 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള പോയിന്റ്. എക്സ് 2 ആകുമ്പോൾ 2.5. എക്സ് 3 ആകുമ്പോൾ 3.5. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഹാഫിൻ്റെ ഗ്രാഫ്. ഇനി അടുത്തത് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ്. എക്സിന് എന്ത് വാല്യൂ കൊടുത്താലും അതിൽ നിന്ന് ഒന്ന് കുറവാണ് പി ഓഫ് എക്സ്. അപ്പോൾ എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് 1 ആണ്. എക്സിന് 3 കൊടുക്കുകയാണെങ്കിൽ പി ഓഫ് എക്സ് 2. എക്സിന് 4 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4 മൈനസ് 1 3. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 1. എക്സിന് 3 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2. എക്സിന് 4 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 3. ഇതാണ് ഗ്രാഫ്. ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1ൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി ലാസ്റ്റ് വൺ എക്സ് മൈനസ് 2. അതായത് എക്സിന് എന്ത് വില കൊടുത്താലും അതിൽ നിന്ന് 2 കുറവാണ് പി ഓഫ് എക്സ്. അപ്പോൾ എക്സിന് 2 കൊടുത്താലോ 2 മൈനസ് 2 0. എക്സിന് 4 കൊടുത്താൽ 4 മൈനസ് 2 2. എക്സിന് 6 കൊടുത്താൽ 6 മൈനസ് 2 4. അപ്പോൾ ആ വാല്യൂസും കൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എക്സിന് 2 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 0 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് തന്നെ എക്സിന് 2 തന്നെ. എക്സിന് 4 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട്. എക്സിന് 6 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് 4. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2ൻ്റെ ഗ്രാഫ്.
അപ്പം നമ്മൾ എല്ലാ ഗ്രാഫും വരച്ചു. നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ ലൈൻസ് എല്ലാം പാരലൽ ആണ്. അപ്പോൾ ദ ഗ്രാഫ്സ് ആർ പാരലൽ എന്ന് എഴുതാമല്ലോ. ഓൾ ഗ്രാഫ്സ് ആർ പാരലൽ.